എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് അത്തം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് പറയുന്നത്. അത്തം നക്ഷത്രക്കാർ ശാന്ത സ്വഭാവമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. ആരെയും ആകർഷിക്കാനുള്ള കഴിവുള്ളവരാണ് ഇവർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുഖഭാവമാണ് അത്തം നക്ഷത്രക്കാർക്കുള്ളത്. നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ് ഇവർക്കുണ്ടാകുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവമാണ് അത്തം നക്ഷത്രക്കാർക്കുള്ളത്. ആർക്കും ഉപദ്രവം ഉണ്ടാക്കുവാനോ ചതിക്കുവാനോ ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിലും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം ശത്രുതയായിരിക്കും. അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം കുലീനത ഉണ്ടായിരിക്കും. ഇവർ നന്നായി ശുചിത്വം പാലിക്കുന്നവരാണ്. അത്തം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ക്ഷയങ്ങൾ ഇടയ്ക്കുണ്ടാകാറുണ്ട്. അഭിവൃദ്ധിയും അധപ്പതനവും ഇവരുടെ ജീവിതത്തെ കൂടെ കൂടെ ആക്രമിച്ചു കൊണ്ടിരിക്കും. ഇവർ പ്രവൃത്തി രംഗങ്ങളിൽ വലിയ നീതിനിഷ്ഠയുള്ളവരാണ്. അധികാരമുള്ള സ്ഥാനങ്ങളിൽ പ്രവേശിച്ചാൽ ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയും. അധികാര ദുർമോഹമില്ലാത്തവരാണ് അത്തം നക്ഷത്രക്കാർ. അറിവും ലോകപരിചയവുമുള്ളവരായിരിക്കും ഈ നാളുകളിൽ ജനിക്കുന്നവർ. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാൻ അത്തം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവാണുള്ളത്. കൂടാതെ നിർബന്ധ ബുദ്ധിയും വൈരാഗ്യ ബുദ്ധിയും ഇവർക്ക് കുറച്ച് കൂടുതലാണ്. എങ്കിലും ഇവർ ശുദ്ധ ഹൃദയമുള്ളവരാണ്. 30 വയസ്സുവരെ പല പരിവർത്തനങ്ങളും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. 30-നും 42 വയസ്സിനുമിടയിൽ ഇവർക്കൊരു സൗഭാഗ്യകാലമായി കാണപ്പെടുന്നു. 42-നും 64 വയസ്സിനുമിടയിൽ ഗുണവും ദോഷവും മാറി മാറി വരുന്ന കാലഘട്ടമാണ്. ശുഭപ്രതീക്ഷകൾ തികഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമാണ് ഇവർക്കുണ്ടാവുക. കുറച്ച് കാലമെങ്കിലും സ്വൈരക്കേടുകളും വേർപെടുകളുമായി അനുഭവിച്ചിട്ടുള്ളവരാണ് ചില ആളുകൾ. കുറച്ച് കഴിഞ്ഞാൽ അവർ രമ്യതയിലെത്താറുണ്ട്. ഇവരുടെ ഭാര്യമാർ ഗ്രഹഭരണത്തിൽ വളരെയധികം കഴിവുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഇവരുടെ കണ്ണുകൾക്കൊരു പ്രത്യേക ആകർഷണീയത ഉണ്ടായിരിക്കും. ഇവർക്ക് നല്ല ശരീരപുഷ്ടിയും അഴകുമുള്ളവരായിരിക്കും ഇവർ. കുടുംബഭരണത്തിലും ഇവർ നന്നായി ശോഭിക്കാറുണ്ട്. ക്ഷമ, സദാചാരബോധം, കുലീനത ഇവരിൽ നന്നായി കാണും. നല്ല കുടുംബിനികളായി കാണപ്പെടുന്നതാണ് ഇവർ. ഇവർക്ക് ധാതുക്ഷീണം കൊണ്ടുള്ള രോഗങ്ങളും നീർദോഷം എന്നീ രോഗങ്ങൾ ഇവരെ ആക്രമിക്കാറുണ്ട്. ഇനി ഇവർക്ക് ചില നക്ഷത്രങ്ങൾ പ്രതികൂലമായി വരുന്നുണ്ട്. ഏതെല്ലാം നോക്കാം. ചോതി, അനിഴം, മൂലം, അശ്വതി, ഭരണി എന്നിവ അത്തം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കുക. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം, പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് വളരെ ഉത്തമമാണ്. അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം, വ്രതാനുഷ്ഠാനം എന്നിവ വളരെ നല്ലതാണ്. രാശ്യാധിപൻ ബുധൻ, അതുകൊണ്ട് തന്നെ ബുധന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ ഉചിതമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉചിതമാണ്. വെള്ള, പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യൻ. അത്തം നക്ഷത്രത്തിൻ്റെ മൃഗം പോത്ത്, വൃക്ഷം, അമ്പഴം ദേവഗണത്തിൽപ്പെട്ടതാണ്. സ്ത്രീ യോനി, പക്ഷി, കാക്ക, ഭൂതം, അഗ്നിയാണ്. നക്ഷത്രദേവത സൂര്യനായതുകൊണ്ട് തന്നെ ഒരു സൂര്യാഷ്ടകം ജപിക്കാം. ഓം ആദിത്യായ നമഃ, ഓം സവിത്രേ നമഃ, ഓം അർക്കായ നമഃ, ഓം ഭാസ്കരായ നമഃ. അടുത്ത ദിവസം ചിത്തിര നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ശുഭം.